ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിൻ്റെ ഒരു എന്തായിരിക്കും അതിൻ്റെ പര്യവസാനം എന്നുള്ളതൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഉണ്ടോ അതിനകത്ത്? അപ്പോൾ ഇതിൽ അത്യന്തികമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങളെല്ലാം തന്നെ മതത്തിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ഇവിടെ തോൽവി ഒരിക്കലും ഇവർ അംഗീകരിക്കില്ല. ആ ഒരു ബോധമാണ് ഇരുകൂട്ടരും അങ്ങനെ തന്നെയാണ്. കാരണം തോൽക്കുന്നത് മനുഷ്യനാണെന്നൊരു ബോധത്തിലേക്ക് എത്താൻ പറ്റില്ല, തോക്കുന്നത് മതങ്ങളാണെന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാട് മാറാതെ ഈ യുദ്ധങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് അബ്രഹാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന സെമിറ്റിക് മതത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ്. ആ മതത്തിൻ്റെ ഒരു ആശയത്തെ തകർക്കുന്നതാണ് ഇസ്ലാം മതമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇസ്ലാം മതം ജൂതമതത്തെ അംഗീകരിച്ചിട്ടുണ്ടാകാം, ജൂതമതം ഇസ്ലാം മതത്തെ അംഗീകരിക്കുന്നില്ലല്ലോ. കാരണം അവർ ആ ഒരു വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നില്ല. കാരണം അവരുടേതാണ് ഏറ്റവും പരിപാവനമായ അത്യുന്നതമായ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ എന്നോ നാടോടികളായിട്ട് വന്നിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഒരു ഭൂമിയായിട്ട് അത് മാറ്റണമെന്ന് പറയുമ്പോൾ അവർ അംഗീകരിക്കും.